ഹലോ മക്കളെ, JEE മെയിൻ 2025 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കിലായിരിക്കും ഒരുപക്ഷെ നിങ്ങളെല്ലാവരും. അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ സംഗതി നിങ്ങളുടെ സ്കാൻഡ് ഫോട്ടോഗ്രാഫാണ്. അതായത് നിങ്ങളുടെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എന്തായാലും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന സമയത്ത് അത് കളറിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 80% ഫേസ് വിത്തൗട്ട് മാസ്ക് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ചെവി കാണുന്ന സ്വഭാവത്തിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് വേണ്ടത്. അതിൽ നിങ്ങൾ അത് എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പേര് ഫോട്ടോഗ്രാഫ് എന്നാക്കി മാറ്റുകയും വേണം. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 KB മുതൽ 300 KB വരെയാണ് ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റായി വേണ്ടത് നിങ്ങളുടെ സിഗ്നേച്ചറാണ്. നിങ്ങളുടെ സ്കാൻഡ് സിഗ്നേച്ചറാണ്. നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. സ്കാൻഡ് സിഗ്നേച്ചർ ഉണ്ടാവണം. അതുമായി ബന്ധപ്പെട്ടും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് JPG JPEG ഫോർമാറ്റിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അത് ക്ലിയർലി ലെജിബിൾ ആവണം. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 KB to 50 KB സൈസിലുള്ളതായിരിക്കണം. അതിനും നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പേര് സിഗ്നേച്ചർ എന്നാക്കുകയും വേണം എന്നതാണ്. മൂന്നാമത്തായിട്ട് വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കാൻഡ് കോപ്പി ഓഫ് 10th സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അത് ഇക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം എന്നതാണ്. അതിലും കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് എന്നുള്ളത് അതിൻ്റെ ഫയൽ നെയിം എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതൊരു PDF ഫോർമാറ്റിലായിരിക്കണം ഉണ്ടാവേണ്ടത്. 10 KB മുതൽ 300 KB വരെയാണ് അതിൻ്റെ സൈസ് ഉണ്ടാവേണ്ടത്. ക്ലിയർലി ലെജിബിൾ ആവണം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ PWD സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ട് വരും. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ ഫയൽ നെയിമായിട്ട് സൂചിപ്പിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. ആധാർ നമ്പർ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ വളരെ കൃത്യമായി നിങ്ങൾക്ക് എന്താണ് അപേക്ഷ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള രേഖകൾ എന്നുള്ളത് നേരത്തെ തയ്യാറാക്കി വെക്കുകയും അതിനുശേഷം വേണം നിങ്ങൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം പൂർത്തീകരിക്കാൻ.